പറഞ്ഞരട്ടെ, വാപ്പായോ ഉമ്മായോ ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. നിങ്ങളുടെ വാപ്പായോ ഉമ്മായോ ആരെങ്കിലും ഇപ്പൊ ഉണ്ടെങ്കിൽ, ഹയാത്തിലുണ്ടെങ്കിൽ ആലോചിക്കുന്ന എന്തിനാ പൊക്ക് ചങ്ങായി? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ സ്വന്തം കൈകൊണ്ട് ഒരു വെട്ടമെങ്കിലും ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള മക്കളൊന്ന് കൈവക്കിക്കേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മായിക്കോ വാപ്പായിക്കോ സ്വന്തം കൈകൊണ്ട് ഒരു ഉരുള ഭക്ഷണം, ഞാൻ പറഞ്ഞ മനസ്സിലായോ? വാപ്പായിക്കോ ഉമ്മായിക്കോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വെട്ടമെങ്കിലും നിന്റെ കൈ കൊണ്ട് നീ ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് കൈവക്കിക്കേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് എന്തേ സമയമില്ലാതെ പോയില്ലേ? ചോദിക്കേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് സമയം കിട്ടിയില്ല? നിന്റെ വാപ്പ നിന്റെ ഉമ്മ ഭാര്യയ്ക്ക് വാരി കൊടുത്തിട്ടുണ്ടോ? കൈ പൊക്കണ്ട. കൊടുത്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഐസ്ക്രീം ഇങ്ങനെ കോരിക്കൊടുക്കും ഇല്ലേ? എടാ, നിന്റെ ചങ്ങാതിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ബർത്ത്ഡേക്ക് പോയിട്ട് കേക്ക് അവന്റെ വായി കുത്തിക്കേറ്റാറുണ്ട്, തിന്നടാ അല്ലേ? എന്നാ നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഉപ്പ, നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഉപ്പ, നിന്റെ ഉമ്മ, ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്റെ കൈ കൊണ്ട് നീ വാരി കൊടുത്തില്ലല്ലോ. നീ നിന്നെ കുറിച്ച് ചിന്തിക്കുക. നിന്നെക്കാളും വലിയ നഷ്ടവാളി ആരാ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കതിന് ഉപ്പ ആരാണെന്നും അറിയില്ല, ഉമ്മ ആരാണെന്നും അറിയില്ല. ഉപ്പയുടെ വില എന്താ, ഉമ്മയുടെ മഹത്വം എന്താ, ഉപ്പാന്റെ മഹത്വം എന്താ അറിയില്ല. അറിഞ്ഞാലല്ലേ കൊടുക്കാൻ പറ്റുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളുടെ മഹത്വം നമുക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ലല്ലോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, നബിയെ, എൻ്റെ മാതാപിതാക്കളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാ? ഏറ്റവും കൂടുതൽ കടമ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയോട്. സഹാബി രണ്ടാമതും ചോദിച്ചു, ഇനി ആരോടാ? ഉമ്മയോട്. ഇനി ആരോടാ? ഉമ്മയോട്. ഇനി ആരോടാ? വാപ്പയോട്. 3 പ്രാവശ്യവും നബി തങ്ങൾ പറഞ്ഞത് ഉമ്മ, ഉമ്മ, ഉമ്മ. എന്തുകൊണ്ട്? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. ഗർഭം ചുമന്നത് പടച്ചവനെ 10 മാസം നിന്റെ ഉമ്മയാണ് നിന്നെ ചുമന്നുകൊണ്ട് നടന്നത്. കിടക്കാൻ വയ്യ, നടക്കാൻ വയ്യ. ഉമ്മ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറില്ല. ഉമ്മ കല്യാണങ്ങൾക്ക് പോകാറില്ല, ഒരാഘോഷങ്ങൾക്കും ഉമ്മ പോകാറില്ല. കാരണം ഉമ്മ നിന്നെ ചുമക്കുകയാണ്. പടച്ചവനെ, വയറ്റിൽ ഉമ്മ 10 മാസം നിന്നെ ചുമന്നുകൊണ്ട് നടന്നല്ലോ. പരാതിയില്ല, സങ്കടമില്ല, ഒന്നുമില്ല. 10 മാസം കഴിഞ്ഞിട്ട് നിന്നെ നൊന്തു പ്രസവിച്ചത് നിന്റെ ഉമ്മയാ. മരണത്തിന്റെ വേദനയും സഹിച്ചുകൊണ്ടാണ് നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ചത്. മോനെ, നിന്റെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ ഗർഭിണിയായിരുന്നപ്പോ നീ അവൾക്ക് റെസ്റ്റ് കൊടുക്കുകയാണ്. പ്രസവിച്ചു കഴിഞ്ഞാ പടച്ചവനെ 40 ദിവസം നിന്റെ ഭാര്യയ്ക്ക് റെസ്റ്റാണ്, മാസങ്ങളോളം റെസ്റ്റാണ്. അതാ ജോലിക്ക് ആളെ നിർത്തുകയാണ്. എന്നാ പ്രസവിച്ചതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോ ഉമ്മയാ എഴുന്നേറ്റ് ഭക്ഷണം വെച്ചത്, നിനക്ക് ഭക്ഷണം വെച്ചത്, വാപ്പാനെ നോക്കിയത്, വീട്ടുജോലി ചെയ്തത് നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മ തന്നെയാ. ആ ഉമ്മയാണ് നിന്നെ നൊന്ത് പ്രസവിച്ചത്. 3 ഉമ്മ പട്ടിണിയാണെങ്കിലും നിന്നെ പാല് തന്നു വളർത്തിയല്ലോ. നീയൊന്ന് കരഞ്ഞ ഉമ്മയല്ലേ
നിനക്ക് പാല് തന്നത്, ഉമ്മയല്ലേ നിന്നെ വളർത്തിയത്. ആ ഉമ്മയെ നീ എന്തേ മറന്നുപോയത്? ആ ഉമ്മാനെ നീ എന്തേ മറന്നുപോയത്? ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഇന്നത്തെ മക്കളോട് പറയുകയാ, ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉമ്മയുടെ മഹത്വം എന്തെന്നറിയോ? ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. ഇന്നത്തെ മക്കൾക്കൊന്നും ഉമ്മയും വാപ്പയും ആരാണെന്നറിയില്ല. ഉമ്മ ആരാണെന്ന് പഠിക്കാൻ ഞാൻ ഉദാഹരണം പറയട്ടെ. ഉമ്മ ആരാണെന്ന് പഠിക്കാൻ ഞാൻ ഉദാഹരണം പറയട്ടെ. ഒരാള് നിസ്കരിക്കാൻ കൈകെട്ടി. ഞാൻ എൻ്റെ വീടിനകത്ത് വെച്ച് നിസ്കരിച്ചുകൊണ്ടിരിക്കുക സുന്നത്ത്. ഞാൻ എൻ്റെ വീട്ടിൽ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ വന്നിട്ട് വിളിച്ചു, മോനെ സിറാജെ. എൻ്റെ ഉമ്മ വന്നിട്ട് എന്നെ വിളിച്ചു, മോനെ സിറാജെ, ഈ കൈ കെട്ടിയ കൈ അടിക്കാൻ പാടുണ്ടോ? പറ, അടിക്കാൻ പാടുണ്ടോ? നിസ്കരിക്കാൻ ഒരാൾ കൈ കെട്ടിയ അടിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഉമ്മ വന്ന് വിളിച്ചാൽ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയം സുന്നത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ ഉമ്മ വിളിച്ചാൽ ആ കൈ അടിച്ചിട്ടട്ടി എന്തേ എന്ന് നീ ചോദിക്കണേ എന്ന് നബിഗിന റസൂലുള്ളാഹി. അള്ളാടെ മുമ്പിൽ കെട്ടിയിരിക്കുന്ന കൈ അടിക്കണം ഉമ്മച്ചി വിളിച്ച. അതാണ് ഉമ്മ. അതാണോ നമ്മുടെ ഉമ്മ. അങ്ങനെ ഒരു ഉമ്മാനെ നിനക്ക് തന്നിട്ട് നീ ഒരു വട്ടമെങ്കിലും നിന്റെ കൈ കൊണ്ട് ഒരല്പം ചോറ് വാങ്ങിച്ചു കൊടുത്തു. ഒരുപാടൊന്നും വേണ്ട, ഒരു വട്ടമെങ്കിലും നീ വാരി കൊടുത്തു. എല്ലാ മക്കൾക്കും ഉമ്മാനെ മതിയിടും. എല്ലാ മക്കൾക്കും ഉമ്മാനെ മതി. വാപ്പാനോട് ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ദേഷ്യവാ. കാരണം വാപ്പ വഴക്കു പറയും, വാപ്പ തല്ലും, വാപ്പ വഴക്കു പറഞ്ഞിരിക്കണം. പറ, കിട്ടുവോ? മാതാപിതാക്കളെ വേദനിപ്പിച്ചവന് മരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഇവിടെ വെച്ച് തന്നെ തരും ശിക്ഷ. ഇവിടുന്ന് തന്നെ തുടങ്ങും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. 2, ഗുരുനാഥന്മാരെ വേദനിപ്പിച്ചാൽ. ആരെ? പറ. നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദന്മാരെ വേദനിപ്പിച്ചാൽ എവിടെന്ന് കിട്ടും? ഇവിടുന്ന് തന്നെ. ഉറപ്പ് തോന്നില്ലേ? ഉസ്താദന്മാരെ തല്ലിയവരില്ലേ? ചീത്ത വിളിച്ചവരില്ലേ? കിട്ടിക്കൊണ്ടിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, മാതാപിതാക്കളെ സ്നേഹിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന 3ാമത്തെ ഗുണം. പ്രസംഗിക്കാനുള്ള മൂഡ് പോയി. ഞാൻ ഈ വിഷയം ഇങ്ങനെ പറയാറില്ല, കാരണം എൻ്റെ ഉപ്പ മരിച്ച മാസമായത്, എൻ്റെ ഉപ്പയും മരണപ്പെട്ട മാസമായത്. അള്ളാഹു ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. 4-5 ദിവസം കഴിഞ്ഞ് അടുത്ത ആഴ്ച എൻ്റെ വാപ്പാടെ 12ാമത്തെ ആണ്ട. എപ്പോഴും ഞാൻ വീട്ടിൽ കാണാറില്ല. വാപ്പാടെ ആണ്ട് ഓരോ വർഷം വരുമ്പോഴും ഞാനന്ന് വഴുതനോ, ഞാനെപ്പോഴും വഴുതനോ. ഈ വർഷവും ഞാനില്ല. മാർച്ച് 7-ാം തീയതി എൻ്റെ വാപ്പാടെ ഉണ്ടെന്ന് എനിക്കൊന്ന് ഇവിടെ വഴുതുണ്ട്. എൻ്റെ ഉമ്മ ചോദിച്ചു, എപ്പോഴും വഴുതാണോ ഇവിടെ? എപ്പോഴും വഴുതാണോ? ഞാനിപ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഉമ്മ, ആയിരക്കണക്കിന് പേര് കൂടുന്ന മജ്‌ലിസിൽ വെച്ചിട്ട് വാപ്പായ്ക്ക് ദുആ ചെയ്യാൻ അതിനേക്കാളും വലിയ പുണ്യം എന്താ? അല്ലാഹു ഉപ്പയ്ക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്ക് ഉണ്ടായിരുന്ന 3ാമത്തെ ഗുണം, ഉമ്മാനെ കാണാൻ ആരെങ്കിലും വന്നിട്ട് തിരിച്ചു പോകുമ്പോ, ഉമ്മാനെ കാണാൻ ആരെങ്കിലൊക്കെ വരും, എന്നിട്ട് തിരിച്ചു പോകുമ്പോ കൂടെ പോകും. ഉമ്മ കാണാതെ കൂടെ പോയിട്ട് ചോദിക്കും, ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? തല്ലാനൊന്നുമില്ല, നമ്മളാണെ തല്ലും. ഞാൻ ഇതിനൊക്കെ എല്ലാം ഇവിടെ കയറ്റിക്കിടത്തി കൊടുത്തിയിട്ട് എന്നെ കുറിച്ച് കുറ്റം പറയുന്നല്ലോ എന്ന് പറഞ്ഞ് തല്ലും, ചിലപ്പോൾ അടിച്ചിറക്കും. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല ചോദിക്കും, ഉമ്മയ്ക്ക് വല്ല കുറവുണ്ടോ? വല്ല പരാതിയും പറഞ്ഞോ? എന്നോടൊന്നും പറയത്തില്ല, എന്നോടൊന്നും പറയാറില്ല. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞെങ്കിൽ അള്ളാനെ ഓർത്തിട്ടൊന്ന് പറ, എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ, എൻ്റെ ഉമ്മയുടെ ആഗ്രഹം എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ ഒന്ന് പറയാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന മകൻ അത് സാധിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. നമ്മൾ ഉമ്മാനെ കാണാൻ വന്നിട്ട് പോകുന്നവരുടെ പുറകിലൊന്നും പോണ്ട, അവർ ചോദിക്കുന്നതെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്താൽ മതി. നമ്മുടെ വാപ്പായിക്ക് ഐഫോൺ വേണമെന്ന് പറഞ്ഞോ, കാറ് വേണമെന്ന് പറഞ്ഞോ, ആ പാവത്തിന് വേണ്ടത് ഒരു മുണ്ടും ഷർട്ടും അല്ലേ കാക്ക? നമ്മുടെ വാപ്പായ്ക്ക് അതല്ലേ ഉള്ളൂ. 5000 6000 ഒന്നും വേണ്ടല്ലോ. 1000 1500 രൂപ മതി ഒരു ഷർട്ടിനും ഒരു മുണ്ടിനും.
ഉമ്മ ആകെ ചോദിക്കുന്നത് ഒരു നിസ്കാരക്കുപ്പായ, ഒരു ഫർദ, അല്ലെങ്കിൽ ഗുളിക വാങ്ങാൻ എന്തെങ്കിലും താടാമോനെ. ഇതുപോലും നമ്മൾ സാധിപ്പിച്ചു കൊടുക്കാറില്ല. ഇതുപോലും നമ്മൾ അതൊക്കെ നമുക്ക് ബാധ്യതയായിട്ടാണ് തോന്നുന്നത്. ഇത് വലിയ ഭാരമായിട്ട് നമുക്ക് തോന്നുന്നു. നമ്മളല്ലാതെ പിന്നെ ആരാ ചങ്ങാതി അതൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടത്? നമ്മുടെ ഉമ്മയല്ലേ, നമ്മുടെ ഉപ്പയല്ലേ? ചങ്ങാതി, നിന്റെ വാപ്പ മരിച്ചതിന് ശേഷം നീ വന്നിട്ടൊരു വലിയ പോത്തിനെ വാങ്ങി വെച്ചിട്ട് നാട്ടുകാരെ മുഴുവനും വിളിച്ച് പോത്ത് ബിരിയാണി വെച്ചു കൊടുത്തിട്ട് എന്ത് കാര്യം? ജീവിച്ചിരുന്ന കാലത്ത് ഒരു കവള് വെള്ളം കൊടുത്തില്ല, ഒരിത്തിരി ഭക്ഷണം കൊടുത്തില്ല. നിന്റെ ഉമ്മാനെ നോക്കാൻ വയ്യ, മരുന്ന് വാങ്ങാൻ പോലും പൈസ കൊടുക്കാത്തവനാ മരിച്ചതിന് ശേഷം മന്തി വെച്ചു കൊടുക്കുന്നത്. എന്ത് കാര്യം ചങ്ങാതി? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യ്. അതുകൊണ്ട് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ സ്നേഹിക്ക്, മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യ്. അങ്ങനെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളെ മലക്കുകളും സ്നേഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം ഒരുപാടായടോ. നിങ്ങൾ പറഞ്ഞതുപോലെ 1 മണിയായി. നിങ്ങൾ പറഞ്ഞതുപോലെ 1 മണിയായി. എൻ്റെ കൂടെ വന്നവർ പറഞ്ഞു ഇന്നെന്തായാലും 2 മണിയാകാതെ നിർത്തൂല്ലെന്ന്. അമ്മാരെന്നെ കളിയാക്കുന്ന പോലെ പറഞ്ഞതാ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇന്നത്തെ രാത്രി എന്തായാലും അൽഹംദുലില്ലാ സ്വർഗത്തിലിരിക്കാൻ പറ്റിയില്ല. അത് തന്നെ വലിയൊരു ഭാഗ്യം. നന്മ ചെയ്യാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് അവൻ ഇഷ്ടപ്പെട്ട ഒരു മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എനിക്ക് വഅ്ള് പറയാനൊന്നും അറിയില്ല, പ്രസംഗിക്കാനൊന്നും അറിയില്ല. ഈ ഇരിക്കുന്ന ഉസ്താദ് 50 കൊല്ലം ഖിദ്മത്ത് ചെയ്ത ആളാ. ഈ ഇരിക്കണ നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദന്മാരൊക്കെ എന്നെക്കാളും നല്ല അറിവുള്ളവരാ, നല്ല കഴിവുള്ളവരാ. നിങ്ങളിൽ അധികം പേരും എന്നെക്കാളും പ്രായമുള്ളവരാ. അപ്പൊ ഈ പ്രസംഗം എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ട് ഇത് നമ്മൾ കാണാതെ പറയുന്നതല്ലേ. അത് അള്ളാഹ് ചെയ്ത ഒരു നിഅമത്ത്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എനിക്കാണെങ്കിൽ ഇത്തിരി പക്വത കുറവാ. അതുകൊണ്ട് എന്തെങ്കിലും എൻ്റെ സംസാരത്തിൽ നിങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. ആഖിറത്തിൽ പിടിച്ചു നിർത്തരുത്. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. പൊരുത്തപ്പെടൂല്ലേ? പൊരുത്തപ്പെടൂല്ലേ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ കാക്ക? നോക്കാന്ന്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പൊരുത്തം ചോദിക്കുമ്പോൾ എന്നോട് പറയാ നോക്കാന്ന്. എൻ്റെ മയ്യത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് പൊരുത്തം ചോദിക്കാൻ ആരും വരില്ല. അങ്ങനത്തെ കൊല്ലത്തല്ലേ. എല്ലാവരും പൊരുത്തപ്പെട്ടേരെ. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തൂടെ? ദുആ ചെയ്തൂടെ? പറ, ദുആ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. അള്ളാഹുവെ, ആരെല്ലാം കൈയുയർത്തിയോ എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാഹ്. സ്വർഗം കണ്ടു മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അള്ളാഹുവെ പടച്ചവനെ, അള്ളാഹുവരുടെ മരണവേദന നീ കുറച്ചു കൊടുക്കണേ അല്ലാഹ്. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ശരീരത്തിലൂടെ നമ്മൾ ഛർദിച്ചിട്ടില്ലേ? ഉമ്മാനെ തല്ലിയിട്ടില്ലേ? വാപ്പാടെ മുഖത്തടിച്ചിട്ടില്ലേ? എന്തൊക്കെ ചെയ്താലും, എത്ര വേദനിപ്പിച്ചാലും എന്റെ മോനെ, എന്റെ മോള് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച ഉപ്പയാണ് നീ ഇന്ന് കണ്ണുനീര് കുടിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ ഇന്ന് ചിന്തിക്കടോ, എവിടെ പോകാനാ സഹോദരാ? ഇതെവിടെ കൊണ്ട് തീർക്കാനാണ്? ഈ പാപം എവിടെ കൊണ്ട് കഴുകാനാണ്? അതുകൊണ്ട് ഞാൻ പറയുകയാ, നിന്റെ ഭാര്യക്ക് ഭക്ഷണം വാരിക്കൊടുത്തോ വേണ്ട എന്ന് പറയുന്നില്ല. എന്നാൽ അതേ വീടിന്റെ റൂമിനകത്ത് രോഗം പിടിച്ച് കിടക്കുന്ന നിന്റെ വാപ്പയുണ്ടല്ലോ, പെങ്ങളെ സുഖമാണോ എന്നെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കാൻ മനസ്സ് വേണം പെങ്ങളെ. ഇന്ന് പണമായി, സ്വർണമായി, കാറായി, വീടായി, ഓർത്തു വെച്ചോ, നീയും നിനക്കും മക്കളുണ്ട്. ഞാൻ നിങ്ങളോ
മകളോട് പറയുകയാ, നീയും പ്രസവിച്ചവളല്ലേ, നിനക്കും മക്കളുണ്ടല്ലോ, സൂക്ഷിക്കണേ പെങ്ങള്, സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ. ഈ കൊടുത്തതേ നിനക്കും തിരിച്ചു കിട്ടൂ, ഈ കൊടുത്തതേ നിനക്കും തിരിച്ചു കിട്ടൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് അല്ലാഹുവേ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ ശഅബാൻ 15ന്റെ നോമ്പ് പിടിച്ചിട്ട് വാപ്പാനെ കാണാൻ പോകണേ, ഉമ്മാടെ ചാരത്ത് പോകണേ, ആ കാലിൽ പിടിച്ചൊന്ന് കരയണേ, ആ കാലിൽ പിടിച്ചൊന്ന് കരയേ. ആ ഉപ്പയുടെയും ഉമ്മയുടെയും കാല് പിടിച്ചിട്ടൊന്ന് പൊരുത്തം ചോദിക്കടോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉപ്പാനും ഉമ്മ കൊടുത്ത ഓർമ്മ മക്കൾക്കുണ്ടോ? ഉപ്പാനും ഉമ്മ കൊടുത്ത ഓർമ്മയുണ്ടോ? ഉമ്മയ്ക്ക് കൊടുത്ത ഓർമ്മയുണ്ടോ? എവിടെ ഓർമ്മ? അള്ളാഹു ആയാലും പഠിച്ചവൻ നമ്മളെ നന്നാക്കി തെരുമാറാകട്ടെ. സ്നേഹിക്കടോ സഹോദര. വാപ്പയും ഉമ്മയല്ലേ, വാപ്പയും ഉമ്മയല്ലേ, നമുക്കവരല്ലേ ഉള്ളൂ. നിന്നെ മോനെ എന്ന് വിളിക്കാൻ ഈ ലോകത്ത് അവരല്ലാതെ ആരാ ഉള്ള? ഓർത്തിട്ടുണ്ടോ? ഞാൻ നിന്നെ മോനെ എന്ന് വിളിച്ചാൽ നിനക്ക് സുഖം ഉണ്ടാവും, ഒരു സന്തോഷം. പക്ഷെ ഉമ്മ വിളിച്ചു നോക്ക്, വാപ്പ വിളിച്ചു നോക്ക്. എടോ, ഉമ്മ വഴക്കു പറഞ്ഞാലും കേൾക്കാനൊരു സുഖമാടോ. ലോകത്ത് ആര് വഴക്കു പറഞ്ഞാലും നമുക്ക് സഹിക്കൂല. എന്നാൽ ഉമ്മ വഴക്കു പറഞ്ഞാലോ, രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ നമ്മൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉമ്മ വഴക്കു പറയും. തിന്നത്തുമില്ല, ഉറങ്ങത്തുമില്ല, ഇങ്ങനെ നടക്കുക. ഉമ്മ നമ്മളിങ്ങനെ വഴക്കു പറയും, നമ്മൾ ചിരിക്കൂടോ. ആ വഴക്കു പറയുന്നത് കേൾക്കാൻ പോലും ഒരു സുഖമാണ്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ വീട്ടിൽ ചെല്ലാൻ താമസിച്ചാൽ നമ്മുടെ വാപ്പ ഉറങ്ങൂല, നമ്മുടെ ഉമ്മ ഉറങ്ങൂല. രോഗം പിടിച്ച് കിടക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എൻ്റെ മോൻ വന്നില്ലേ, എൻ്റെ മോൻ വന്നില്ലേ. വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ കിടന്ന് ചാടും. ഈ തള്ള ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, ഉറങ്ങാൻ പോലും വിടുന്നില്ലെന്ന്. നമ്മുടെ ഭാര്യ സ്നേഹം കൊണ്ടല്ല പറയുന്നത്, അവളെപ്പോഴും പറയുന്നത്, നിങ്ങളുടെ വാപ്പ, നിങ്ങളുടെ ഉമ്മ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 10 മിനിറ്റ് പോലെ അലാറം അടിക്കുന്ന പോലെ നിങ്ങൾ തിരക്കാന്ന്, കിടക്കാൻ വിടുന്നില്ലെന്ന്. അത്രയ്ക്ക് സ്നേഹമാണ് നമ്മളോട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിക്കേ, എല്ലാ കാര്യവും ഭാര്യയോട് മാത്രം പറയുന്നവരുണ്ട്. നീ ഒരു കച്ചവടം തുടങ്ങി, ഒരു കട തുടങ്ങി, ഒരു പുതിയ ബോട്ട് വാങ്ങി, നീ ഉമ്മാട് ചോദിച്ചോ? പാപ്പാനോട് പറഞ്ഞു? ഇല്ല. അവസാനം എല്ലാം നഷ്ടത്തിലായി. വീട്ടിൽ പോയിട്ട് കിടപ്പറയിൽ ഇരിക്കുമ്പോൾ ഉറങ്ങുന്നില്ല. ഭാര്യ ചോദിച്ചു, എന്തേക്കാ? എടീ, കച്ചവടമൊക്കെ പോയി, നഷ്ടത്തിലായി, വലിയ പ്രയാസത്തില. ഭാര്യ പറയുന്ന മറുപടി എന്താ? നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. നമ്മളൊരു കച്ചവടം എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി ഒരു ബിസിനസ് തുടങ്ങി, എന്തെങ്കിലും കിട്ടുമെന്ന്. അവസാനം അത് പൊളിഞ്ഞു പോയെന്ന് കരുത്. പൈസ എവിടെയെങ്കിലും കൊണ്ടിട്ട് നഷ്ടപ്പെട്ടു പോയെന്ന് നീ നിന്റെ ഉമ്മാനോട് പറഞ്ഞു? ഇല്ല. എന്നാ നീ അത് പൊളിഞ്ഞിട്ട് വീടിനകത്ത് ഇങ്ങനെ ഇരുന്ന് ബെഡ്റൂമിനകത്ത് കയറി സങ്കടപ്പെട്ടിരിക്കുമ്പോ നമ്മുടെ ഭാര്യ പറയും, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലല്ലോ. റൂമിനകത്ത് കിടന്നിട്ട് സങ്കടം വന്നിട്ട് ഹാളി വന്നിട്ട് ഇരുട്ടത്ത് ഇങ്ങനെ കസേരയിൽ ഇരിക്കുക. ഉമ്മ വന്നിട്ട് ചോദിക്കുന്നു, എന്തേ മോനെ ഉറങ്ങിയില്ലേടാ, എന്തേ മോനെ ഉറങ്ങിയില്ലേ, എന്താ എൻ്റെ മോനൊരു സങ്കടം? ഉമ്മാ, കച്ചവടമൊക്കെ പോട്ടടാ മോനെ, അല്ല തരുവിട. നമ്മുടെ തലയിൽ കൈവച്ചിട്ട് പറയാം, അല്ല തരും. ഇതാ ഉമ്മ. അങ്ങനെ ഒരു ഉമ്മാനെ ഉപ്പാനെയും തന്നിട്ട് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. അല്ലാഹു പുറത്തേരുമാറാകട്ടെ, അല്ലാഹു പുറത്തേരുമാറാകട്ടെ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവര്, മരണപ്പെട്ടവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നാളെ നബിതങ്ങൾ പോയല്ലോ ജന്നത്തുൽ ബഖീ. ശഅബാൻ 15ന്റെ രാത്രിയിൽ നബിതങ്ങൾ ജന്നത്തുൽ ബഖീ പോയി ദുആ ചെയ്തല്ലോ. നാളെ ഇൻഷാ അല്ലാഹ് മരിച്ചുപോയ വാപ്പാടെ ഉമ്മാടെയും ഖബറിന്റെ അടുക്ക പോയിട്ട് ദുആ ചെയ്യും. അല്ലാഹു അവരുടെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോയിട്ട് ചോദിക്കണം, ഉമ്മ ഞാൻ ഇത്തിരി വാരി തരട്ടെ. ഞാൻ ഈ ഹദീസ് പഠിച്ചപ്പോ ഞാൻ ഒരിക്കൽ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഞാൻ ഇത്തിരി ഭക്ഷണം വാരി തരട്ടെ. എന്തേടാന്ന് വെച്ച് ഇന്നെന്തേ പ്രത്യേകിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം വാരി തന്ന അല്ലാഹു സ്വർഗത്തിൽ നിന്ന് എനിക്ക് തരും, വാരിത്തടാ. ഇതാ ഉമ്മ. നമ്മൾ വിചാരിക്കണത് ഉമ്മ സമ്മതിക്കൂല, വാപ്പ സമ്മതിന്ന് ചോദിച്ചു നോക്കടോ. നീ ഒന്ന് ചോദിക്കാൻ അവര് കാത്തു കിടക്ക. നമ്മളെ ഒരു ചുംബനം തരാൻ, നമ്മുടെ ഒരു ചുംബനം അവർക്ക് കിട്ടാൻ അവർ കൊതിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് പോയിട്ട് അവസരമുണ്ടല്ലോ, ഒന്ന് പോയിട്ട് വാരി കൊടുക്ക്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൊടുക്കൂലേ?
ഉമ്മായിക്കും വാപ്പായിക്കും ഒരു വട്ടമെങ്കിലും ഒരുള്ള ഭക്ഷണം വാരി കൊടുക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇല്ല ഉസ്താദെ, ഞാൻ കൊടുക്കൂല. നീ കൊടുക്കണ്ട വാപ്പ. നിന്റെ മക്കൾ എവിടെ പോയാലും നിനക്കും തരൂല്ല. നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും ഒരിത്തിരി വെള്ളം നിന്റെ വായിൽ ഒഴിച്ചു തരുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. നിനക്കതിനുള്ള യോഗം ഉണ്ടാകില്ല. കാരണം നീ നിന്റെ ഉപ്പയോട് ചെയ്തതങ്ങനെ. കൊടുത്തത് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും. 3 പാപം ചെയ്താൽ ശിക്ഷ മരണത്തിന് ശേഷമല്ല, ദുനിയാവി വെച്ച് തന്നെ തരും അല്ലാഹ്. 3 തെറ്റ് ചെയ്താൽ 3 തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ എവിടെ വെച്ച് കിട്ടും? ഇവിടെ വെച്ച് തന്നെ അള്ളാഹു തരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏതാ 3 പാപം? മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് അള്ളാഹ് ഇവിടെ വെച്ച് തന്നെ തരും. തരൂല്ലേ? പറ, കിട്ടുവോ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണം? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? വിളിച്ചു കൊണ്ടുവാ സഹാബ. പറ്റുമെങ്കിൽ വിളിച്ചു കൊണ്ടുവാ സഹാബ. സഹാബത്ത് പോയിട്ട് അൽക്കമയുടെ ഉമ്മയെ വിളിച്ചു കൊണ്ടുവരികയാണ്. നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഉമ്മ പൊന്നുമോനുമായിട്ട് എങ്ങനെയാ ഉമ്മ? അൽക്കമയെ കുറിച്ച് അഭിപ്രായം എന്തേ ഉമ്മ? യാ റസൂലല്ലാഹ്, എനിക്കവനെ ജീവനാ നബിയേ, വല്ലാത്ത സ്നേഹമാ നബിയേ, എനിക്കവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ, അവനും അങ്ങനെയായിരുന്നു നബിയേ, അവൻ എന്നെയും ഇഷ്ടമാ, എനിക്ക് അവനെയും ഇഷ്ടമാ. എന്നാ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ അൽക്കമയുടെ സ്വഭാവം മാറി നബിയേ. വിവാഹം കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറി നബിയേ. ഉമ്മയുടെ പരാതി എന്തായിരുന്നെന്നറിയോ? ഉമ്മയുടെ പരാതി എന്താണെന്നറിയോ? ചെലവിന് കൊടുക്കില്ല എന്നല്ല, വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്നല്ല, കണ്ണുനീര് കുടിപ്പിച്ചെന്നല്ല. ഉമ്മയ്ക്ക് ഒരേ ഒരു പരാതിയേ ഉള്ളൂ. എന്താണ് പരാതി എന്നറിയോ? അൽക്കമ എന്തുണ്ടെങ്കിലും ഉമ്മയോട് പറയുമായിരുന്നു, എന്ത് നടന്നാലും ഉമ്മയോട് പറയുമായിരുന്നു. എന്നാ വിവാഹം കഴിഞ്ഞപ്പോ ആദ്യം പറയുന്നത് ഭാര്യയോടാ, ആദ്യം പറയുന്നത് ഭാര്യയോടാ. രണ്ടാമതാണ് ഉമ്മയോട് പറയുന്നത്, രണ്ടാമതാണ് ഉമ്മയോട് പറയുന്നത്. എന്നോടല്ലേ നബിയെ പറയേണ്ടത്? ഞാനവന്റെ ഉമ്മയല്ലേ, ഞാനവനെ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, പൊരുത്തപ്പെടുമാ, പൊരുത്തപ്പെടുമാ. ഇല്ല നബിയെ, പൊരുത്തപ്പെടൂല. ഉമ്മ ശഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങുന്നില്ല ഉമ്മ, ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുമ്മ. യാ റസൂലല്ലാഹ്, അവന് വേണ്ടി ജീവിതം മാറ്റിവെച്ചതാ നബിയേ, അവനെ ഞാൻ അത്രത്തോളം സ്നേഹിച്ചു വളർത്തിയതാ, എന്നിട്ടും അവൻ എന്നെ മറന്നല്ലോ, ഞാൻ പൊരുത്തപ്പെടൂല നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടും ഉമ്മ പൊരുത്തം കൊടുക്കാതെ വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ വിറക് ശേഖരിക്ക സഹാബാ, ഉമ്മയുടെ പൊരുത്തമില്ലാത്തവനെ എന്തിനാ കത്തിച്ച് കളയാറ്? അപ്പോഴാണ് ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മകനല്ലേ നബിയേ, അവൻ എന്ത് ദ്രോഹം ചെയ്താൽ അവൻ എന്റെ പൊന്നുമോനല്ലേ നബിയേ, പൊരുത്തപ്പെട്ടിരിക്കുന്നു നബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴാണ് അൽക്കമയുടെ നാവ് പൊങ്ങിയത്. നബിതങ്ങളുടെ സഹാബിയല്ലേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടന്ന സ്വഹാബിയാ. അപ്പോഴാണ് നാവ് കൊണ്ട് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് ലോകത്തോട് വിട പറഞ്ഞത്. ഇതാണടോ ഉമ്മ, ഇതാണടോ ഉമ്മ. അതുകൊണ്ട് ഉമ്മാനെ വേദനിപ്പിക്കുന്നവരോട് പറയുകയാ, എപ്പോഴാ നീയൊക്കെ വളർന്നു പോയത്? ഉമ്മാനെ നിയന്ത്രിക്കാൻ നീ വളർന്നു പോയില്ലേ? പടച്ചവനെ, പെങ്ങളെ, വാപ്പയുടെ മുമ്പിൽ ശബ്ദമുയർത്താത്തവള് ഇന്ന് വാപ്പാനെ നിയന്ത്രിക്കാൻ വളർന്നു പോയി. കാരണം 3-4 ബോട്ടുള്ള മുതലാളിയുടെ ഭാര്യ, ശരീരം മുഴുവനും സ്വർണമാ, 2 നില വീടുണ്ടല്ലോ, സഞ്ചരിക്കാൻ കാറുണ്ടല്ലോ. ഇനി എന്തിനാ വാപ്പ, എന്തിനാ ഉമ്മ, എന്തിനാ? എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, വാപ്പാനെ മറക്കല്ലേ, നിനക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാ നിന്റെ ഉപ്പ,
നിനക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാ. ഇന്നുപ്പാനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കൾ, തിരിഞ്ഞു നോക്കാൻ സമയമില്ല. രോഗം പിടിച്ച് കിടക്കുന്ന ഉപ്പയുടെ ചാരത്ത് പോകാൻ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുമല്ലോ, മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുമല്ലോ. നിനക്കോർമ്മയുണ്ടോ നിന്റെ ഉപ്പാന് ചുംബനം കൊടുത്തത്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പാപ്പാനെ കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ കൊടുത്തിട്ടുണ്ടോ? ഉമ്മാനെ കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുത്തിട്ടുണ്ടോ? മുടിയൊക്കെ നരച്ചുപോയ, തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ ആ വൃദ്ധനും വൃദ്ധയ്ക്കും ഉമ്മ കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? ആ പ്രായമുള്ളവരെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. നിന്നാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ നിന്റെ ഉപ്പ ചാടുമായിരുന്നു. ഉമ്മയ്ക്കിഷ്ടമല്ല, വാപ്പയ്ക്കിഷ്ടമല്ല മക്കളെ കുറിച്ച് മോശമായി പറയുന്നത്. എന്നാൽ ഇന്ന് നിന്റെ ഭാര്യ എന്തൊക്കെ പറയുന്ന സഹോദരാ? നീ ഇന്ന് പണക്കാരനായിട്ട് ഒരു 2 നില വീട് കെട്ടി, നിന്റെ വാപ്പയും ഉമ്മയും രോഗം പിടിച്ചിട്ട് നിന്റെ വീടിനകത്ത് കിടന്നിട്ട് ഒന്ന് കാർക്കിച്ചു തുപ്പിയാൽ, ഉമ്മയ്ക്ക് പ്രായമായി, വാപ്പയ്ക്ക് പ്രായമായി, ആ പ്രായം ചെന്നവരറിയാതെ നിന്റെ റൂമിനകത്തൊന്ന് തുപ്പിയാൽ, നിന്റെ റൂമിനകത്ത് കിടന്നൊന്ന് മൂത്രമൊഴിച്ചാൽ ബോധമുള്ളവൻ ചെയ്യുവോ സഹോദരാ? ബോധമുള്ള ഒരാള് ബെഡ്റൂമിനകത്ത് മൂത്രമൊഴിക്കുമോ? മൂത്രമൊഴിക്കുമോ? ബെഡ്റൂമിനകത്ത് കാറി തുപ്പുമോ? ബോധമുള്ളവര് ചെയ്യില്ല. അറിയാതെ പ്രായം ചെന്ന രോഗം പിടിച്ച നിന്റെ ഉപ്പയൊന്ന് തുപ്പിയപ്പോ, നിന്റെ ഉമ്മ ഒന്ന് തുപ്പിയപ്പോ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാ നിന്റെ ഭാര്യ പറയുമ്പോ എന്തെല്ലാമാണ് അവള് പറയുന്നത്? മോനെ ഒന്ന് തുടച്ചാ മതിയല്ലോ, തുപ്പിയത് തുടച്ചാ പോകുമല്ലോ, മൂത്രമൊഴിച്ചതൊന്ന് കഴുകിയാ ശുദ്ധമാകുമല്ലോ. നിനക്കത് ബാധിതയായി, നിനക്കത് വേദനയായി, നിനക്കത് പ്രയാസമായി. എന്നാ നീയൊക്കെ ഒന്ന് ഓർക്കണേ, നീയൊക്കെ ഒന്ന് ഓർക്കണേ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഉമ്മയുടെ ശരീരത്ത് മൂത്രമൊഴിച്ചവരാണ്, ഉപ്പയുടെ ശരീരത്തെ കാഷ്ടിച്ചവരാണ്. പടച്ചവനെ, മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞ് ഉമ്മ വലിച്ചെറിഞ്ഞിട്ടില്ല, കാഷ്ടിച്ചെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞിട്ടില്ല, ഉമ്മാടെ മുഖത്ത് തുപ്പിയിട്ടില്ലേ, ഉമ്മയുടെ ശരീരത്തിലൂടെ നമ്മൾ ഛർദിച്ചിട്ടില്ലേ, ഉമ്മാനെ തല്ലിയിട്ടില്ലേ? വാപ്പ വഴക്കു പറയും, വാപ്പ തല്ലും, വാപ്പ വഴക്കു പറയും, വാപ്പ തല്ലുമൊക്കെ ചെയ്യും. നമ്മൾ വിചാരിക്കുന്നത് വാപ്പായിക്ക് നമ്മളോട് ഇഷ്ടമില്ലെന്നല്ല. എന്നാ ഉമ്മാനെക്കാളും നമ്മളെ സ്നേഹിച്ചത് വാപ്പയാ. ഉമ്മയെക്കാളും ഇഷ്ടം ഉപ്പയ്ക്ക. എല്ലാ മക്കൾക്കും ഉമ്മയോട് ജീവൻ. കാരണം ഉമ്മാടെ കാൽച്ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നേ. എന്നാ വാപ്പ ആരെന്നറിയോ? വാപ്പ സ്വർഗത്തിന്റെ വാതിലാണെന്ന് നബിയിന റസൂലുള്ളാഹി. നമ്മുടെ വാപ്പ സ്വർഗത്തിന്റെ വാതിലാ. ഉപ്പ ഇല്ലെങ്കിൽ പിന്നെന്താ മക്കളെ? അടിച്ചാലും വഴക്കു പറഞ്ഞാലും ഉപ്പ രാത്രി റൂമിനകത്ത് കയറിയിട്ട് കിടക്കും. നമ്മളെ വഴക്കു പറയും, തല്ലും. ദേഷ്യപ്പെട്ടുകൊണ്ട് വാപ്പ റൂമിനകത്ത് കയറിയിട്ട് വാതിലടച്ച് കിടക്കും. രാത്രി ഉമ്മ ചെല്ലുമ്പോ വാപ്പ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. എന്തേ, എൻ്റെ മോൻ ഉറങ്ങിയോ? ഞാനവനെ വഴക്കു പറഞ്ഞല്ലോ, ഞാനവനെ തല്ലിയല്ലോ, അവൻ വല്ലതും കഴിച്ചോടി? ഉമ്മാനോട് ചോദിക്കുപ്പ, എൻ്റെ മോനെ ഞാൻ തല്ലിയല്ലോ, വഴക്കു പറഞ്ഞല്ലോ, അവൻ വല്ലതും കഴിച്ചോ? നീ ഒന്ന് പോയി നോക്ക്, നീ ഒന്ന് സമാധാനിപ്പിക്ക്. ഇതാ നമ്മുടെ വാപ്പ. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു ഉപ്പായെയും ഉമ്മായെയും അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ട് എന്തേ മോനെ കൊടുക്കാഞ്ഞ്? നീ എന്തുകൊണ്ട് കൊടുത്തില്ല? നീ നിന്നെക്കുറിച്ചൊന്ന് ചിന്തിക്ക്. ജീവിച്ചിരുന്നിട്ട് നീ നിന്റെ ഉപ്പാടെ വായിലേക്ക്, ഉമ്മാടെ വായിലേക്ക് ഒരിക്കൽ പോലും നീ ഭക്ഷണം വാരി കൊടുക്കാൻ നീ തയ്യാറായില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രയ്ക്കൊക്കെ ഉള്ളവര്. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയോ? ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി ഉമ്മയുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു. അല്ലാഹുവേ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, ഉമ്മാടെ
മുമ്പിൽ ശബ്ദമുയർത്താറില്ല, ഉമ്മയുടെ മുമ്പിൽ ശബ്ദമുയർത്താറില്ല. പടച്ചവനെ, ഇന്നത്തെ മക്കള് പോലും ഉമ്മയോട് കയർക്കുകയാണ്, ഉമ്മാന്റെ നേരെ കിടന്ന് ചാടുകയാണ്, ഉമ്മാനത്തെല്ലാം കൈവെക്കുകയാണ്. വളർന്നു പോയടോ, വളർന്നു പോയടോ. ഈ വന്നിരിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ചോദിക്കട്ടെ, നിങ്ങളൊക്കെ വളർന്നു പോയില്ലേ? അതാ സമ്പന്നനായ ഒരു ഭർത്താവിനെ കിട്ടിയപ്പോ പെണ്ണുങ്ങളൊക്കെ എല്ലാം തികഞ്ഞവരായടോ. ഒരു സുന്ദരിയായ പണക്കാരിയായ ഒരു പെണ്ണിനെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോ നീ ഉമ്മാനെ നിയന്ത്രിക്കാനായി പോയല്ലോ, വാപ്പാനെ നിയന്ത്രിക്കാനായി പോയല്ലോ. വല്ലതും കഴിച്ചുകൊണ്ട് വീടിനകത്ത് കടന്നുകൊള്ളണമെന്ന് ഉപ്പാടെ നേരെ നോക്കിയിട്ട് പറയാ, നീയൊക്കെ വലിയവനായി പോയല്ലോ. പടച്ചവനെ തിരിഞ്ഞു നോക്കുന്നില്ല, കയർക്കുകയാണ്, കയർക്കുകയാണ്. ഉമ്മാനെ വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, വാപ്പാനെ വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ. നിങ്ങൾ നിസാരമായി കാണല്ലേ, അത് നിസാര പാപമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന് ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, ഇന്ന് ശഅബാൻ 15ന്റെ രാവാണ്. പടച്ചവനെ, ദുആഇക്ക് ഇജാബത്തുള്ള രാത്രിയാണ്, റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങുന്ന രാത്രിയാണ്, മഗ്ഫിറത്തിന്റെ രാത്രിയാണ്, നരകമോചനത്തിന്റെ രാത്രിയാണ്. ഇന്ന് ആര് ചോദിച്ചാലും അല്ലാഹ് പുറത്തു കൊടുക്കുമല്ലോ. കോടാനി കോടാനി വരുന്ന ജനങ്ങള് നരകത്തിൽ നിന്ന് കരകയറുന്ന രാത്രിയാണ്, പാപം കഴുകുന്ന രാത്രിയാണ്, റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുന്ന രാത്രിയാണ്, ദുആഇക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. എന്നാ അല്ലാഹു ആർക്ക് പുറത്തു കൊടുത്താൽ പുറത്തു കൊടുക്കാത്ത ചിലരുണ്ടടോ. ഇന്ന് ദുആ ചെയ്തിട്ട് പ്രയോജനമില്ലാത്ത, ഇന്ന് എത്ര തൗബ ചെയ്തിട്ടും പ്രയോജനമില്ലാത്ത പടച്ചവനെ ഒരു വിഭാഗമുണ്ടടോ. അവരാരെന്നറിയോ? അവരാരെന്നറിയുവോ? മാതാപിതാക്കളെ വേദനിപ്പിച്ചവരാ, മാതാപിതാക്കളെ വേദനിപ്പിച്ചവര്. നീ റബ്ബിനോട് ചോദിച്ചിട്ട് കാര്യമില്ല സഹോദരാ. ഉമ്മാനെ അടിച്ചിറക്കിയിട്ട്, ഉമ്മാനെ ചീത്ത വിളിച്ചിട്ട്, വാപ്പാനെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് നിനക്കെന്ത് ബറാഅത്താ, നിനക്കെന്ത് ലൈലത്തുൽ ഖദറാ, നിനക്കെന്ത് റമദാനാ, നിനക്കെന്ത് പെരുന്നാളാ, നിനക്കെന്ത് ശഅബാനാ, എന്ത് റജബാ? ഒന്നുമില്ല സഹോദരാ, ഒന്നുമില്ല സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉമ്മാടെ നേരെ കിടന്ന് ചാടല്ലേ. നിനക്കൊരു ഗൾഫുകാരന്റെ മകളെ ഭാര്യയായിട്ട് കിട്ടിയപ്പോ, ഇത്തിരി സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കിട്ടിയപ്പോ ഉമ്മാനെ വേദനിപ്പിച്ചവരില്ലേ, ഉമ്മാനെ മറന്നുപോയവരില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറയാ. നീയൊക്കെ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, എത്ര ഹജ്ജ് ചെയ്തവനാണെങ്കിലും, എത്ര ഉംറ ചെയ്തവനാണെങ്കിലും, പള്ളി കെട്ടിക്കൊടുത്തവനാണെങ്കിലും, നിന്റെ അവസ്ഥയാ ഞാൻ പറയുന്നത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങളുടെ സ്വഹാബിയാ, നബി തങ്ങളുടെ സ്വഹാബിയാ. അൽഖമ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ സ്വഹാബത്ത് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽക്കമയ്ക്ക് പറയണമെന്നുണ്ട്, നാവ് പൊങ്ങുന്നില്ല, നാവ് പൊങ്ങുന്നില്ല, പറയാൻ പറ്റുന്നില്ല. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ശഹാദത്ത് കലിമ പറയാൻ പറ്റുന്നില്ല നബിയേ, നാവ് പൊങ്ങുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് സ്വഹാബത്ത് വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട് നബിയേ, പറ്റുമെങ്കിൽ വിളിച്ചു കൊണ്ടുവാ. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നാവ് പൊങ്ങുന്നില്ല. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? വിളിച്ചു കൊണ്ടുവാ സഹാബ.